നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ വാരഫലമാകുന്നു. ഈ ആഴ്ച വാരഫലത്തിൽ നാം ചിന്തിക്കുന്നത് 2025 ജൂലൈ 1 മുതൽ ജൂലൈ മാസം 7 തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരു വാര കാലത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. അതായത് 1200 മിഥുനമാസം 17 തീയതി മുതൽ 23 തീയതി വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികൻ രാശി. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 4-ാം ഭാവത്തിൽ രാഹു, 5-ൽ ശനി, 6-ൽ ശുക്രൻ, 7-ാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല. അഷ്ടമത്തിൽ സൂര്യൻ, വ്യാഴം, 9-ൽ ബുധൻ, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ, ചൊവ്വ, കേതു. ഇപ്രകാരമാണ് ഗ്രഹസ്ഥിതി. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ഒരു വാരം ശത്രുക്കളുടെ ഉപദ്രവം വളരെയധികം വരുന്ന വാരമാകുന്നു. കാരണം 7-ാം ഭാവാധിപനായ ഗ്രഹം 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഭാര്യ ശത്രുവായി വരാം. കളത്രേശൻ അരവ് നിന്നാൽ കളത്രം ശത്രുവായി വരും. വിവാഹവതി 7-ാം ഭാവാധിപനായ ഗ്രഹം ശത്രുസ്ഥാനത്ത് വന്നാൽ ഭാര്യ ശത്രുവാകുന്ന സമയമാണ്. പല സൗഹൃദങ്ങളും നഷ്ടപ്പെടും. സദാ ദാനവൈദ്യേ സുധാസിക്ത ശത്രുഹു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 6-ൽ ശുക്രൻ വരുമ്പോൾ അമൃതിൽ കുളിച്ച് ശത്രു ഉണ്ടാകും. വ്യയ ശത്രുകോച്ച ഉത്തമോത്തോ ഭവേദാം. ഉത്തമങ്ങളായ ശത്രുക്കൾ ഉണ്ടാകാം. ധാരാളം കാശ് അനാവശ്യമായി ചെലവഴിക്കപ്പെടുന്ന സമയമാണ്. വളരെ കഷ്ടപ്പെട്ടുണ്ടാകുന്ന ധനമൊക്കെ നശിച്ചു പോവുക എന്നൊരു ഫലവും കൂടിയുണ്ട്. അതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ വളരെ ശ്രദ്ധിക്കണം. സൗഹൃദത്തിലൂടെ ധനം നഷ്ടപ്പെടുക, പാർട്ട്ണർഷിപ്പിലൂടെ ധനം നഷ്ടപ്പെടുക. തപയൻ മന്ത്രതഃ, തനിക്ക് മന്ത്രത്തിലൂടെ ഒരു സമാധാനവും ലഭിക്കുകയില്ല. മന്ത്രം തനിക്ക് ദുഃഖകരമായി ഭവിക്കുന്നതാണെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പക്ഷെ അവിടെയും 9-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നുണ്ട്. അതിനാൽ അത് തപസ് എന്നൊരു ഫലത്തെ പ്രദാനം ചെയ്യുന്നുണ്ട്. അതിനാൽ പലപ്പോഴും വളരെ ശ്രദ്ധിച്ച് കരുക്കൾ നീക്കുക വൃശ്ചികം രാശിക്കാർ. പൂജ്യസൗഖ്യം എന്ന ദത്തേ, താൻ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളിൽ നിന്നും തനിക്ക് സുഖം ലഭിക്കില്ല. അതിനാൽ ഗുരുഭക്തി, പിതൃഭക്തി, പൂജനീയ ആളുകളെ ബഹുമാനിക്കുക, അവരെ പരിഹസിക്കുക, കളിയാക്കുക തുടങ്ങിയ പ്രകടനങ്ങളിലൂടെ തനിക്ക് പ്രായമായ വ്യക്തിയിൽ നിന്നും അപ്രിയങ്ങൾ നേരിടുന്ന വാരമാകുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, അഷ്ടമത്തിൽ സൂര്യനും വ്യാഴവുമാണ്. സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നൃപശിവ പിതൃകോപ, നൃപൻ്റെ കോപം, രാജാവിൻ്റെ കോപം, പിതാവിൻ്റെ ശാപം, ശിവൻ്റെ ശാപം മുതലായ ഭവിക്കും. അതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തുക, പൈതൃകമായ കർമ്മങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ചെയ്യുക, ജീവിച്ചിരിക്കുന്ന പിതാവുമായി രമ്യതയിലെത്തുക, അവരെ വെറുപ്പിക്കാതിരിക്കുക, അവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുക. പലപ്പോഴും പല കാര്യങ്ങളും ഉചിതമല്ലാത്ത പല സാമ്പത്തിക വിഷയത്തിലേക്കും കൈകടത്തി തനിക്ക് ധനം നശിക്കും. ധനാധിപനായ ഗ്രഹം അഷ്ടമത്തിലാണ്. പലപ്പോഴും നല്ല പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും ഫലം കുറയുക, ധനപരമായ വിഷയത്തിൽ ശത്രുക്കൾ ഉണ്ടാവുക. ഇതൊക്കെ വളരെ ജാഗ്രതയോടുകൂടി ഈ ഒരു വാരം കൈകാര്യം ചെയ്യണം വൃശ്ചികൻ രാശിക്കാർ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരും. നീചഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അഷ്ടമത്തിൽ വ്യാഴം വരുമ്പോൾ അനുചിത കുലകർമ്മ, തനിക്ക് ഉചിതമല്ലാത്ത കർമ്മങ്ങൾ ചെയ്യുക, തൻ്റെ വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരും. ചിരം നോവസൽ പൈതൃകയെ ചെയ്യുക ഗേയെ, തൻ്റെ പിതാവുമായി ബന്ധപ്പെട്ട പൈതൃകമായ വീട്ടിൽ താമസിക്കാനുള്ള യോഗം കുറയുക. ചിരസ്ഥായിനോ തദ്ഗൃഹം തസ്യ ഗേഹ, തൻ്റെ സ്വത്തൊക്കെ സ്ഥിരമല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുക. അതിനാൽ പൂർവികമായ സ്വത്ത് വിൽക്കാനോ അതിനൊന്നും ഈ ഒരു സമയം ശ്രദ്ധിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അടുത്ത ജൂൺ മാസം വരെ പൂർവികമായ സ്വത്ത് വെച്ച് ബാങ്കിൽ വെച്ച് കളിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് പണയപ്പെടുത്തുക, എന്നിട്ട് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ സംഭവിക്കും വൃശ്ചികം രാശിക്കാർക്ക്. ശാരീരികമായി കഫജന്യമായ ബുദ്ധിമുട്ടുകൾ വളരെ ശ്രദ്ധിക്കുക. നെഞ്ചിൽ കഫാധിക്യം വന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് വളരെയധികം തനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരും. ഓർമ്മക്കുറവായിരിക്കും ഏറ്റവും അധികം വൃശ്ചികൻ രാശിക്കാരെ ബാധിക്കുന്ന ഒരു രോഗം. ഓർമ്മക്കുറവ് വരിക, അപ്രകാരം തന്നെ ഉറക്കം ഇല്ലായ്മ, ഇങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകൾ വൃശ്ചികൻ രാശിക്കാർക്ക് വരും. ഇവിടെ നിർബന്ധമായും വിഷ്ണുക്ഷേത്ര സന്ദർശനം, തുളസിമാല, പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുക. 15-ാം തീയതി വരെ സൂര്യൻ 9-ാം ഭാവത്തിൽ വരുന്നത് വരെ വൃശ്ചികൻ രാശിക്കാർക്ക് ഒരു കഷ്ടപ്പെടുന്ന ദിനങ്ങളാണ്. 2 ആഴ്ചകൾ വളരെ ശ്രദ്ധിക്കണം. 15-ാം തീയതിക്ക് ശേഷം ആദിത്യൻ കർക്കിടക രാശിയിൽ വരുമ്പോൾ അവരുമായി ബന്ധപ്പെടുന്ന മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ നല്ല പരിഹാരം വരുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ ഒരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.